ഹായ്, ഞാനേ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ട്. അതായത് ചിലപ്പോൾ അതൊരു ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കട്ടെ. ഇപ്പോൾ എയിലും മറ്റൊക്കെ ആയിട്ട് അവർക്ക് തോന്നുന്ന ആശയങ്ങളൊക്കെ അങ്ങനെയും ചെയ്യാം, അതില്ലെന്ന് പറയില്ല. പക്ഷേ എന്നിട്ട് ശരിയാണോ സംഭവം എന്ന് എനിക്കവിടെ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതായത് ഒരു ഫോട്ടോഗ്രാഫറെ വിളിച്ചിട്ട് അദ്ദേഹത്തിന് ഫുഡ് കൊടുത്തില്ല, അല്ലെങ്കിൽ സമയത്ത് കഴിക്കാൻ ഉള്ള സമയം കൊടുത്തില്ല. അങ്ങനെ അദ്ദേഹം എടുത്ത ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഫുള്ള് ഡിലീറ്റ് ചെയ്ത് കളയാമെന്നും പറഞ്ഞാണ് നിങ്ങളെ കണ്ടു കാണും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ചായിരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം പ്രശ്നങ്ങളാണ് ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്ക് ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ വിളിക്കും ഫോട്ടോ എടുക്കാൻ. പക്ഷേ ചിലത് നമുക്ക് മനസ്സിലുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയണം, മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ഞാൻ ചിന്തിക്കുന്നത് നമ്മളൊരു തമിഴിനെ വീട്ടിലേക്ക് പണിക്ക് കൊണ്ടില്ലേ, ആ രീതിയിലാണ് ഞാൻ വീട്ടിൽ നിന്ന് ആ ദിവസം ഇറങ്ങണം അവർക്ക് വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിൽ ഞാൻ ആ ഒരു തമിഴിൻ്റെ മൈൻഡിലാണ് ഞാൻ അങ്ങോട്ട് പോകണം. എൻ്റെ ഒരു കാര്യം പറഞ്ഞാണ്, അവരെന്ത് പറഞ്ഞാലും കേൾക്കാൻ തയ്യാറാണ്. പിന്നെ മനുഷ്യരാണ്, ചില സമയത്തൊക്കെ ചിലപ്പോൾ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകട്ടെ, വേറെ കാര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് അതല്ല, ഈ ഫുഡ് കഴിക്കാൻ പറ്റാത്ത പല സിറ്റുവേഷൻസ് നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2-3 കാര്യം പറയുകയാണെങ്കിൽ, ചില സമയത്ത് നമുക്ക് ആ സമയത്ത് കഴിക്കാൻ, അല്ലെങ്കിൽ എന്താണ് അവിടെ ചിലപ്പോൾ ഒരു അസിസ്റ്റൻറ്റ് പയ്യൻ കൂടിയില്ലെങ്കിൽ നമുക്കൊരു സമയം ഉണ്ടാവില്ല ചില ഫംഗ്ഷൻ്റെ ഇടയിൽ. അപ്പോൾ എന്നിട്ടും നമ്മൾ അതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് പോകണവരുണ്ട്. ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ മതിയായിരിക്കും, ഗ്യാസായി കയറി പ്രശ്നമായിട്ടിരിക്കും. കാരണം ഈ രാവിലെ 9 മണി 10 മണി ടൈമിൽ ഒരു കസ്റ്റമറിൻ്റെ അടുത്തേക്ക് ഒരു വെഡിങ് ആണെന്ന് വെച്ചാൽ എക്സാമ്പിൾ, ആ വീട്ടിൽ ചെന്ന് അവിടെ എന്തായാലും ഫുഡ് നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ 8 മണിക്ക് 9 മണിക്ക് പോകണ വർക്കിൽ മിക്കപ്പോഴും തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടായിരിക്കും പോകണം. പക്ഷേ അതേപോലത്തെ ഒരു കല്യാണം ഒരു 5 മണിക്ക് 6 മണിക്കാണ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോൾ അവരാണെങ്കിൽ റെഡി ആവാനുള്ള തിരക്കിലും മറ്റുമായിരിക്കും. ചിലപ്പോൾ ഗുരുവായൂരോ അല്ലെങ്കിൽ ദൂരെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കെട്ടും കാര്യങ്ങളും. അപ്പോൾ ഈ ദിവസം ചിലപ്പോൾ 3 മണി 3:30 ആകുമ്പോഴായിരിക്കും കഴിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഇടയ്ക്ക് കിട്ടിയാൽ തന്നെ നമ്മൾ പിടിച്ച് നിന്ന് പോവും. പക്ഷേ ഓരോരുത്തരുടെ ബോഡിയുടെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു എന്തെങ്കിലും അസുഖം അങ്ങനെയുള്ള പുള്ളിയൊക്കെ ആണെങ്കിൽ ആൾക്ക് ചിലപ്പോൾ 1 മണിക്കൊക്കെ കഴിക്കേണ്ട വരുമായിരിക്കും. അപ്പോൾ ഒരു അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ആ സൈഡിൽ കൂടി നടന്ന് പോകുമായിരിക്കും. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ വിളിക്കണവരുണ്ട്, ഫോട്ടോഗ്രാഫർ വന്നേ ഫോട്ടോ എടുക്കണം നമ്മൾ വിളിക്കും. പക്ഷേ നമ്മളപ്പോഴേ ഹാപ്പി ആയിട്ടാണ് ചെല്ലാറ്. പക്ഷേ ചില ടൈമിൽ കാണുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ചിലപ്പോൾ ഒരു MLA അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരെടുത്ത് ഒരു സെലിബ്രിറ്റി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരവിടെ ഫുഡ് കഴിക്കാൻ നിൽക്കില്ല, വന്നിട്ട് അപ്പം തന്നെ പോകും. അപ്പോൾ ചിലപ്പോൾ ആ സമയം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും എങ്ങനെയെങ്കിലും കൈ കഴുകി നമ്മൾ ഓടിച്ചിടും. പരമാവധി ഫാസ്റ്റിൽ തന്നെ ചെന്നിട്ട് അത് എടുത്ത് കൊടുത്ത് നമ്മൾ ഹാപ്പി ആയിട്ട് വന്നിരുന്ന് കഴിക്കും. പക്ഷേ ചില സിറ്റുവേഷനിൽ കണ്ടേക്കുന്നത് അതെനിക്ക് എന്താണ് സങ്കടമല്ല, അങ്ങനെ അവർ എന്താണ് അത് ചിന്തിക്കാത്തതെന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അതായത് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഈ സെയിം വിളി ഇവിടെ വന്നെന്ന് പറയും. അത് ചിലപ്പോൾ അവരൊരു ബന്ധുക്കളോ അല്ലെങ്കിൽ നെയ്ബറോ ആരെങ്കിലും ആയിരിക്കും, നമുക്ക് കാണാൻ പറയാം. അവർ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ പോകുന്നുമില്ല, ഇതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും പോകണം. അപ്പം അങ്ങനെയുള്ളവർ വരുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് അവരോട് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ആ സമയവും നമ്മൾ എതിർത്ത് അല്ലെങ്കിൽ മോന്ത വീർപ്പിച്ചോ ഒന്നും കാണിച്ചിട്ടില്ല. നമ്മൾ എഴുന്നേറ്റ് ചെല്ലും, നമ്മൾ ആ ഫോട്ടോ എടുത്ത് കൊടുക്കും, നമ്മൾ തിരിച്ച് വന്നിട്ട് വീണ്ടും കൈ കഴിയിട്ട് വീണ്ടും വന്നിരുന്ന് കഴിക്കും. പിന്നെ ഈ ചെക്കനും പെണ്ണും കഴിക്കുന്ന ഗ്യാപ്പിൽ, അല്ലെങ്കിൽ ഒരു ഹോളി കമ്പനിയിലുണ്ടെങ്കിൽ കൊച്ചു കഴിക്കുന്ന ഗ്യാപ്പിൽ, ആ ഗ്യാപ്പായിരിക്കും നമുക്ക് കിട്ടുന്ന സമയം, ഒരു ചെറിയ സമയം. ആ സമയത്തിൽ നമ്മൾ കഴിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവർ വരുമ്പോഴേക്കും നമ്മൾ റെഡിയായി ക്യാമറയായിട്ട് നിൽക്കാണ്ടാവും അപ്പം തന്നെ. അപ്പോൾ അത്രയും സമയം ഞങ്ങൾക്ക് കിട്ടുള്ളൂ. പക്ഷേ അതുപോലെ ഇതൊരു AI ചിത്രമാണ്. എന്നാലും ഇതേപോലെ ഒരു അമ്പലത്തിൻ്റെ പറമ്പിൽ നിന്ന് ഞാനിങ്ങനെ പഴമെടുത്തൊരു ഓർമ്മയുണ്ട് എൻ്റെ പൊന്നോ. അതായത് രാവിലെ തൊട്ട് ഞാനൊരു ഫുഡ് കഴിച്ചിട്ടില്ല, വെളുപ്പിനെ തുടങ്ങിയാണ് പരിപാടി. അപ്പോൾ ഉച്ചയായപ്പോൾ ഈ ഹിന്ദുസിന് ചെക്കൻ്റെ വീട്ടിൽ ഇത്ര ടൈമിനുള്ളിൽ കയറണമെന്നൊക്കെ ഉണ്ടാവില്ല, അവർ പോകാൻ പോണ്. അതായത് ഞങ്ങൾക്ക് കഴിക്കാനുള്ള ഗ്യാപ്പില്ല. ഞാൻ നേരെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു അന്ന് ഫുഡും കാര്യങ്ങളും. എനിക്കോണം കുമ്പളങ്ങി സൈഡ് എവിടെയായിരുന്നു. ഞാൻ പറഞ്ഞ് 2 പഴം തരാമോ ചേട്ടാന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് എന്തോ പറ്റി. ഞാൻ പറഞ്ഞിങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല. ആണെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, അവർ പോകാൻ നിൽക്കണം ചേട്ടൻ 2 പഴം ഇങ്ങോട്ട് തരാൻ പറഞ്ഞു. ആ പഴം എടുത്തിട്ട് ഇതേപോലെ ഒരു ഓട്ടോ ഓടി. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ കാറിലാണ് അന്ന് പോയത്. അപ്പോൾ അതിലിരുന്ന് വന്നിട്ട് കഴിച്ച് ബാക്കി കാര്യങ്ങളങ്ങോട്ട് അടിപൊളിയായിട്ട് പോയിട്ടാ. അത് വേറെ കാര്യം. ഇങ്ങനെയൊക്കെ നോക്കിയാൽ അയാള് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടട്ടോ. നിങ്ങൾക്ക് അറിയെങ്കിലും കമൻറ്റ് ചെയ്യുക. ഫോട്ടോയിൽ കണ്ടത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. കാരണം നമ്മൾ ഫുഡ് കിട്ടിയില്ലെങ്കിൽ അതിനെക്കുറിച്ച് എതിർക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക അവരുടെ സാഹചര്യം വെച്ച്. പക്ഷേ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായ ഒരു പരിപാടിയാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പം ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ പിന്നെ ഇത് ഫോട്ടോഗ്രാഫേഴ്സിൽ മാത്രമല്ലട്ടാ, നിങ്ങൾ എന്ത് ജോലി ചെയ്യണമെങ്കിലും അതിൻ്റെ അകത്തും ഇതുപോലുള്ള അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നിങ്ങൾക്കും പ്രശ്നങ്ങളുണ്ടാവും. ചിലർ വന്നിട്ട് അവരവരുടെ ഫീൽഡിലെ കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായി, ഇങ്ങനെ ഇതൊക്കെ എല്ലാ ഫീൽഡിലും ഉണ്ട്. അത് നമ്മൾ തന്നെയാണ് തരണം ചെയ്യേണ്ടത്. നല്ല രീതിക്ക് തരണം ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും, മനസ്സിലായി. അല്ലാണ്ട് എടുത്ത പഠിച്ചതുകൊണ്ട് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല, നല്ല രീതിക്ക് തീർക്കാൻ നോക്കുക. എന്തായാലും ഇങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട്ട് ഇതിനെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാനൊരു ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫറാണ്, അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇട്ടതാണ്. എന്തായാലും നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ ഫോളോ ചെയ്തേക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുക. അതുപോലെ എപ്പോഴും പറയണത് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എപ്പോൾ എന്ത് എങ്ങനെയൊന്നും പറയാനില്ല,
എന്തും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, ബൈ. ഞാൻ വീഡിയോ അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ശിവപ്രസാദ്, ആളും ഫോട്ടോഗ്രാഫറാണ്. ആളത് കഴിഞ്ഞപ്പോൾ ഈ വീഡിയോ ഒക്കെ പുള്ളിയുടെ സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ വെറുതെ വീഡിയോ എടുത്ത് ഓർത്തപ്പോൾ അപ്പോൾ ആള് പറഞ്ഞാണ്, എടോ വേറൊരു സംഭവം ഓർത്ത് നോക്കി, ഈ ആൾക്ക് ഇനി ഫുഡ് കിട്ടാനായിട്ടും കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തല്ല, ആൾ ഡിലീറ്റ് ചെയ്തു. നടന്നാണെങ്കിലെന്ന് പറഞ്ഞിട്ടുണ്ടോ, പക്ഷേ ഡിലീറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഡിലീറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ആ കസ്റ്റമറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവർ വേണ്ടപ്പെട്ടവർ വന്നിട്ട് എടോ വാടോ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല, നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും? അതിന് ഡിലീറ്റ് ചെയ്ത് പോയില്ലേ തന്നെ സംഭവിച്ചതോ. പിന്നെ അത് എടുക്കണമെങ്കിൽ ചിലപ്പോൾ കാർഡിൽ നിന്ന് എടുക്കാൻ പറ്റുമായിരിക്കും, നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് പോകും അല്ലേ. എന്തായാലും ഇതും കൂടി ഷെയർ ചെയ്യണമെന്ന് ഞാൻ വീഡിയോ നിർത്തിയതായിരുന്നു. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ എന്താ പറയുക, നേരത്തെ കുറച്ച് മുന്നേ പറഞ്ഞാൽ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞൊരു കാര്യം ചാടിക്കയറി എതിരി പറയുകയും മനസ്സിലായോ. പ്രശ്നങ്ങൾ പലതും നമ്മുടെ ലൈഫിൽ വരും, അത് നല്ല രീതിയിൽ തരണം ചെയ്യാൻ നോക്കുക. കാരണം ഇപ്പം ഈ ഇദ്ദേഹം വന്ന് വിളിക്കുമെന്ന് പറഞ്ഞില്ലേ ഫുഡ് കഴിക്കുന്നത് പറഞ്ഞാലുള്ള സിറ്റുവേഷൻ വരുമ്പോഴുള്ള അവസ്ഥ ഓർത്തൊക്കെ സ്വയം തോൽവിയായി പോണേണ്. അപ്പം ചില കാര്യങ്ങളൊക്കെ വന്നത് ചിലപ്പോൾ നല്ലതിനായിരിക്കും നാളത്തേക്ക്, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചീത്ത കാര്യങ്ങൾ നല്ലതായിട്ട് മാറും. അപ്പോൾ എല്ലാം എടുത്തു പഠിച്ചൊന്നും പറഞ്ഞ് ചെയ്യാണ്ട് നല്ല രീതിക്ക് ചിന്തിച്ച് ആലോചിച്ച് ചെയ്യുക, അത്രേ പറയാനുള്ളൂ.